ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് നിങ്ങൾ കണ്ടു നോക്കിയെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക, വരച്ച് നോക്കിയോ എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മളിതിൽ ഇനിയിപ്പോൾ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഹെൽമെറ്റിൻ്റെ ആ ഒരു ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഹെൽമെറ്റിൻ്റെ സെയിം കളർ പെൻസിൽ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അപ്പം എനിക്ക് ഈ ഒരു പെൻസിൽ സെറ്റിൽ ആ ഒരു കളർ വലിയ കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതും. പിന്നെ ഇടയ്ക്ക് കുറച്ച് ബ്ലാക്ക് ലൈൻസ് പോലെ വരുന്നുണ്ട് ആ ഹെൽമെറ്റിന് ഇടയ്ക്ക്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ഫേസ് വരയ്ക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ഉപയോഗിച്ചൊന്ന് വരച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു ഷെയ്ഡിങ് നല്ല രീതിയിൽ എടുത്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഹെൽമെറ്റിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ചൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതാണ്. ആ ഒരു മുടിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തൊക്കെ, അതായത് അവിടെയൊക്കെ ഷാഡോസ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇച്ചിരി ഒന്ന് ബ്ലാക്ക് ആയിട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ബാക്കിയൊക്കെ ഹെൽമെറ്റിൻ്റെ ഡിസൈനൊക്കെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം നിങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് മുടിയുടെ ഭാഗം വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ആർട്ട് ലൈനിൻ്റെ ഒരു വയലറ്റ് കളർ ഉപയോഗിച്ച് ആദ്യം ആ മുടിയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് വരച്ച് പോവുകയാണ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുടി വരയ്ക്കുന്ന സമയത്തും ഇതുപോലെ ആദ്യം എന്തെങ്കിലും ഒരു കളർ യൂസ് ചെയ്തിട്ട്, അതായത് ഇച്ചിരി ഡാർക്കുള്ള ഒരു കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ റിപ്പീറ്റ് ആയിട്ട് ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഡയറക്റ്റ് നിങ്ങൾ ബ്ലാക്ക് പെൻസിൽ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു കളർ ആഡ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആ മുടിക്ക് നമുക്ക് ഒരു ഡാർക്ക്നെസ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അതുപോലെ ഒരു എന്താ പറയുക, ഒരു ഷൈനിങ്, അതായത് നമുക്ക് ആ ഒരു മുടിയിൽ ലൈറ്റ് അടിക്കുന്ന ചെറിയ ഏരിയാസൊക്കെ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കളർ എടുത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് അതിന് മുകളിൽ കൂടെ വരച്ച് പോകാം. ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച സമയത്ത് നമുക്ക് ബ്ലാക്ക് പെൻസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കുറച്ച് ലെയർ ചെയ്താൽ മാത്രം നമുക്ക് ആ ഒരു നല്ല രീതിയിൽ കറുപ്പ് ആ ഒരു കളർ അവിടെ കിട്ടത്തുള്ളൂ. കാരണം നമ്മുടെ മുടി നല്ല ഡാർക്കായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു വരയിലൊന്നും നമുക്ക് അത്ര ഡാർക്കായിട്ട് അവിടെ കിട്ടത്തില്ല. വീണ്ടും വീണ്ടും അതിന് മുകളിൽ കൂടെ വരച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു ഡാർക്ക് കളർ നമുക്ക് നല്ല രീതിയിൽ അവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ കളർ പെൻസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ആ ഒരു മുടിയുടെ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നല്ല അടിപൊളിയായിട്ട് ഇരിക്കേണ്ട ഭാഗങ്ങളൊക്കെ, അതായത് നല്ല എടുത്ത് നിൽക്കേണ്ട ഭാഗങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ നമുക്ക് വരച്ചാലോ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അതായത് ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് വരയ്ക്കേണ്ടതായിട്ട് വരും പെൻസിൽ. നമ്മൾ സാധാരണ നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് കളർ ഒരുപാട് പ്രസ് ചെയ്ത് പിടിച്ചില്ലേ പോലും ആ ഡാർക്ക്നെസ് നമുക്ക് അവിടെ കിട്ടും. കാരണം അതിൻ്റെ 8B 10B അങ്ങനെ ഓരോ കളർ നമ്മൾ ഓരോ ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പം ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് അവിടെ ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. മുടി വരയ്ക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി. അപ്പം നിങ്ങൾ വരച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ വരയ്ക്കുന്ന സമയത്തും അതുപോലെ തന്നെ ആദ്യം വയലറ്റ് കളർ ആഡ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ ഈ ഒരു ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. നമ്മൾ താടി മീശ വരയ്ക്കുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് ഓട്ടോ ചെയ്യുന്നത്. കാരണം ആ ഒരു താടിയുടെ ഭാഗത്താണെങ്കിൽ താഴെ കുറച്ച് ലൈറ്റിങ് ഏരിയാസൊക്കെ വരുന്നുണ്ട്. അതല്ലേ പോലും നമ്മൾ ആദ്യം ഒരു കളർ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വരയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് മുടി വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ താടി മീശയൊക്കെ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഹെൽമെറ്റിൻ്റെ ആ സൈഡിലത്തെ ആ ഒരു ഭാഗവും അവിടെയും നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താടിയാണ് വരയ്ക്കാനുള്ളത്, താടി മീശ വരയ്ക്കാനുണ്ട്. അപ്പം താടിയുടെ ആ ഭാഗത്തേക്കും കുറച്ച് ഒരു സ്കിൻ കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പം ആ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ച് പോകുന്നത്. അപ്പം അതിന് മുകളിലോട്ട്, അതായത് നമ്മൾ താടി കട്ടിക്കുള്ള ഭാഗത്ത് കൂടുതലായിട്ടും ആ ഒരു വയലറ്റ് കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുക. ബാക്കി ചെറിയ ഓരോ രോമങ്ങൾ വരുന്ന രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഡയറക്റ്റായിട്ട് തന്നെ ബ്ലാക്ക് പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുക.
അപ്പോൾ ഈ താടിയുടെ ഭാഗങ്ങൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ അടുത്ത പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വരച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇതുപോലുള്ള ഡ്രോയിങ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പ്രാക്ടീസ് ചെയ്യാൻ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ.